നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കാർബോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അതായത് നൈട്രജൻ കോമ്പൗണ്ട്സിൽ ഡയസോണിയം സോൾട്ട്സ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ കാർബോണിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന 3 കോമ്പൗണ്ട്സ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് യൂറിയ, 2 സെമി കാർബസൈഡ്, മൂന്നാമത്തത് ഗ്വാനിഡിൻ. സോ ഇന്ന് യൂറിയ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ യൂറിയയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഐസൊലേഷൻ ഫ്രം യൂറിൻ ആണ് ആദ്യത്തത്. ഓക്കെ. സോ അതിന് മുമ്പ് യൂറിയയ്ക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട്, കാർബമൈഡ് എന്നും കൂടെ പറയും. സോ ഐസൊലേഷൻ ഫ്രം യൂറിൻ സ്റ്റാർട്ട്സ് ഫ്രം urine is concentrated by evaporation. So concentrated urine കിട്ടി. Then it is treated with hot oxalic acid. So concentrated urine plus hot oxalic acid treat ചെയ്യുമ്പോൾ you will get urea oxalate crystals. So oxalic acidൻ്റെ 2H+ യൂറിയയിലേക്ക് മാറിയിട്ട് യൂറിയ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കിട്ടും. സോ അത് ഫിൽട്ടർ ചെയ്ത് ബോയിൽ ചെയ്യുക. എന്തിൻ്റെ കൂടെ? അക്വസ് സസ്പെൻഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റിൻ്റെ കൂടെ. സോ യൂറിയ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഫിൽട്ടർ ചെയ്യുക, അത് അക്വസ് സസ്പെൻഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റിൽ ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്യുമ്പം നമുക്ക് യൂറിയ സോലിബിളായിട്ട് കിട്ടും. ദെൻ അതിൻ്റെ അടിയിൽ കാൽഷ്യം ഓക്സലേറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടും. സോ കാൽഷ്യം ഓക്സലേറ്റിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂറിയ ഇൻ സൊല്യൂഷൻ ഉണ്ടാവും. അതിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതായത് ഇവോപ്പറേറ്റ് ചെയ്യുക. വാട്ടർ ബാത്തിൽ വെച്ചിട്ട് ഇവോപ്പറേറ്റ് ചെയ്യുക. ഇവോപ്പറേറ്റ് ചെയ്തിട്ട് ആൽക്കഹോൾ വെച്ചിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ക്രിസ്റ്റലൈൻ യൂറിയ. സോ കോൺസെൻട്രേറ്റഡ് യൂറിൻ ഓക്സാലിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്തു, യൂറിയ ഓക്സലേറ്റ് കിട്ടി, അതിനെ ഫിൽട്ടർ ചെയ്തു, അക്വസ് സസ്പെൻഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റിൽ വെച്ചിട്ട് ബോയിൽ ചെയ്തു. അപ്പോൾ യൂറിയ സോലിബിളായിട്ട് സൊല്യൂഷനിൽ കിട്ടി, കാൽഷ്യം ഓക്സലേറ്റ് നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കിട്ടി. സോ കാൽഷ്യം ഓക്സലേറ്റിനെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് മാറ്റി. യൂറിയ ഇൻ സൊല്യൂഷൻ നമ്മൾ ഇവോപ്പറേറ്റ് ചെയ്യുന്നു. ഇവോപ്പറേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ക്രൂഡ് പ്രോഡക്റ്റിനെ ആൽക്കഹോൾ വെച്ചിട്ട് റീക്രിസ്റ്റലൈസ് ചെയ്യുന്നു. ദെൻ യു വിൽ ഗെറ്റ് crystalline urea. Then laboratory preparation of urea. So laboratory preparation of urea phosgene അത് COCl2 phosgene plus 2 molecules of ammonia. So phosgeneും അമോണിയയും റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമോണിയയിൽ നിന്ന് ഓരോ ഹൈഡ്രജൻ HCl. സോ 2 molecules of HCl ലിബറേറ്റ് ചെയ്തു. ദെൻ യു വിൽ ഗെറ്റ് യൂറിയ. ദെൻ അടുത്തത് ഈഥൈൽ കാർബണേറ്റ് ആണിത്. ഈഥൈൽ കാർബണേറ്റ് എന്ന് പറയുമ്പോൾ CH3CH2O CO CO CH2 CH3. ഈഥൈൽ കാർബണേറ്റ് ട്രീറ്റഡ് വിത്ത് അമോണിയ. ഇവിടെയും അതെ, നേരത്തെ HCl പോയ പോലെ ഒരു ഹൈഡ്രജൻ അമോണിയയിൽ നിന്ന് വന്നിട്ട് OCH2 CH3 ആയിട്ട് കമ്പൈൻ ചെയ്ത് CH3CH2OH 2 മോളിക്യൂൾസ് ലിബറേറ്റ് ചെയ്തു. അല്ലെങ്കിൽ എത്തനോൾ C2H5OH ലിബറേറ്റ് ചെയ്തു. ബാക്കി എന്ത് കിട്ടി? യൂറിയ. സോ ദിസ് ഇസ് ദ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് യൂറിയ. ദെൻ അടുത്തത് മാനുഫാക്ചർ. സോ ഇവിടെ അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗിവ്സ് അമോണിയം കാർബമേറ്റ് കിട്ടും. അത് അൺസ്റ്റേബിൾ ആണ്. അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 130 to 135 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിയ പ്ലസ് വാട്ടർ കിട്ടും. സോ അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ ഇത് ഒരു മാനുഫാക്ചറാണ്. ദെൻ അടുത്തത് കാൽഷ്യം സയനമൈഡ്. Calcium cyanamide is
warmed with dilute sulfuric acid. So dilute sulfuric acidum calcium cyanamide വാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം സൾഫേറ്റ് പ്ലസ് ഇതെന്താണ് സയനമൈഡ് ഉണ്ടാവും. ഈ സയനമൈഡിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യൂറിയ. സോ കാൽഷ്യം സയനമൈഡ് പ്ലസ് ഡയലൂട്ട് H2SO4 വാം ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് സയനമൈഡ് പ്ലസ് കാൽഷ്യം സൾഫേറ്റ്. ദെൻ സയനമൈഡിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂറിയ കിട്ടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പ്രിപ്പറേഷൻ ഓഫ് യൂറിയ. ഒന്നാമത്തത് ഐസൊലേഷൻ ഫ്രം യൂറിൻ, രണ്ടാമത്തത് ലബോറട്ടറി പ്രിപ്പറേഷൻ, അതിൽ തന്നെ ഫോസ്ജീൻ പ്ലസ് അമോണിയ, ദെൻ ഈത്തൈൽ കാർബണേറ്റ് പ്ലസ് അമോണിയ. ദെൻ അടുത്തത് മാനുഫാക്ചർ, അതിലെ രണ്ടെണ്ണം അമോണിയ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് കാൽഷ്യം സയനമൈഡ് പ്ലസ് ഡയലൂട്ട് H2SO4. എന്നിട്ട് കിട്ടുന്ന സയനമൈഡിനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യാം. ദെൻ അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് യൂറിയ. സോ യൂറിയയുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, യൂറിയ എന്ന് പറയുന്നത് ഒരു വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്. നിങ്ങൾ ഈ വർഷം, അതായത് ഓർഗാനിക് കെമിസ്ട്രി ലാബിൽ ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് അനലൈസ് ചെയ്യാനുള്ളതിൽ യൂറിയ നിങ്ങൾ ചെയ്യാനുണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാം യൂറിയ ആൻഡ് ഷുഗർ, ഗ്ലൂക്കോസ് ആയിരിക്കും നിങ്ങൾക്ക് അധികവും ഷുഗറായിട്ട് തരിക. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ യൂറിയ മാത്രമായിരിക്കും നിങ്ങൾക്ക് വാട്ടർ സോല്യുബിളായിട്ട് കിട്ടുക. സോ യൂറിയ വൈറ്റ് ക്രിസ്റ്റലൈൻ സോളിഡാണ്, വാട്ടർ സോല്യുബിളാണ്. വാട്ടറിൽ മാത്രമല്ല വാട്ടറിലും ആൽക്കഹോളിലൊക്കെ ഇത് സോല്യുബിളാണ്. പക്ഷേ ബെൻസീൻ, ക്ലോറോഫോം, ഈത്തർ ഇങ്ങനെയുള്ള ഓർഗാനിക് സോൾവൻസിലൊക്കെ ഇൻസോളിബിളാണ്. ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ, ആക്ഷൻ ഓഫ് ഹീറ്റ്. യൂറിയ മോളിക്യൂൾസിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? സോ 2 യൂറിയ മോളിക്യൂൾ, അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു സ്ക്വയർ കാണിച്ചിട്ടുണ്ട്. അമോണിയ കണ്ടൻസ് ചെയ്ത് പോവുകയാണ്, ലീവ് ചെയ്ത് പോവുകയാണ് ഇവിടെ. സോ ഒരു അമോണിയ മോളിക്യൂൾ ലീവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ബൈയൂററ്റിനെ ഇതും ആക്ച്വലി നിങ്ങൾ ലാബിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. സോ ബൈയൂററ്റിനെ നമ്മൾ 10% NaOHും ദെൻ കോപ്പർ സൾഫേറ്റും വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ വയലറ്റ് കളർ. സോ ഈ വയലറ്റ് കളർ കിട്ടുന്ന ഈ ഒരു ടെസ്റ്റിനാണ് ആക്ച്വലി ബൈയൂററ്റ് ടെസ്റ്റ് എന്ന് പറയുക. സോ ഇത് യൂറിയ അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജസ് ഉള്ള എല്ലാ ആൾക്കാരും, അതായത് പെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് ഇങ്ങനെയുള്ളതിനൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ബൈയൂററ്റ് ടെസ്റ്റ്. സോ പെപ്റ്റൈഡ് ലിങ്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈയൂററ്റ് കിട്ടും. ദെൻ 10% സോഡിയം ഹൈഡ്രോക്സൈഡും 1 or 2 drops കോപ്പർ സൾഫേറ്റും കൂടെ ആഡ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് എ വയലറ്റ് കളറേഷൻ. ഓക്കെ. ദെൻ വേറെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ്, അതായത് ആക്ഷൻ ഓഫ് ഹീറ്റിൽ തന്നെ വരുന്നതാണ്. ഇവിടെ 2 molecules ഓഫ് യൂറിയ ആണ് എടുത്തത്. 3 molecules ഓഫ് യൂറിയ നമ്മൾ 170 ഡിഗ്രിയിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സയനിക് ആസിഡ്. ഈ സയനിക് ആസിഡ് പോളിമറൈസേഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ട്രൈമറൈസേഷൻ നടന്നിട്ട് സയന്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. സയന്യൂരിക് ആസിഡിന് ആക്ച്വലി അത് ടോട്ടോമെറിസം കാണിക്കും. ഇതിപ്പോൾ OH ഫോമിലാണ് എഴുതിയത്, അതായത് ഈനോൾ ഫോമിലാണ് എഴുതിയത്. അത് ഡബിൾ ബോണ്ട് O ആയിട്ട് ഇപ്പുറത്തേക്ക് NHും C ഡബിൾ ബോണ്ട് O ആയിട്ട് നിങ്ങൾക്ക് കീറ്റോ ഫോമും ഉണ്ട്. സോ 3 molecules ഓഫ് യൂറിയ 170 ഡിഗ്രി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സയനിക് ആസിഡ് കിട്ടും. സയനിക് ആസിഡ് കിട്ടുന്നത് വിത്ത് ദ ലിബറേഷൻ ഓഫ് അമോണിയ ആണ്. അമോണിയ മോളിക്യൂൾ ഹീറ്റ് ചെയ്യുമ്പോൾ അമോണിയ ലിബറേറ്റ് ചെയ്യും. ഈ സയനിക് ആസിഡ് ട്രൈമറൈസേഷൻ നടന്നിട്ട് സയന്യൂരിക് ആസിഡ് കിട്ടും. സയന്യൂരിക് ആസിഡിൻ്റെ ഈനോൾ ഫോമാണ് ഞാൻ എഴുതിയത്. അത് കീറ്റോ ഫോമിലും എഴുതാം. C ഡബിൾ ബോണ്ട് O, ഇവിടെ NH വരും, സിംഗിൾ ബോണ്ട് NH വരും. ഓക്കെ. രണ്ടാമത്തെ പ്രോപ്പർട്ടി
ബേസിസിറ്റി അല്ലെങ്കിൽ സോൾട്ട് ഫോർമേഷൻ. സോ നമുക്കറിയാം യൂറിയ എന്ന് പറയുന്നത് ബേസാണ്. സോ യൂറിയ റിയാക്ട് വിത്ത് മിനറൽ ആസിഡ്സ്. സോ ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് സോൾട്ട്. സോ ഇവിടെ യൂറിയ ഉണ്ട്. യൂറിയ റിയാക്ട് വിത്ത് നൈട്രിക് ആസിഡ്, എന്നിട്ട് യൂറിയ നൈട്രേറ്റ് ആയിട്ടുള്ള സോൾട്ട് ഫോർമേഷൻ നടക്കും. ദെൻ ഓക്സാലിക് ആസിഡ് പ്ലസ് 2 molecules ഓഫ് യൂറിയ ഗിവ്സ് യൂറിയ ഓക്സലേറ്റ്. ഇതും സോൾട്ട് ഫോർമേഷനാണ്. അടുത്ത പ്രോപ്പർട്ടി ഹൈഡ്രോളിസിസ്. യൂറിയനെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2 molecules ഓഫ് അമോണിയ ആൻഡ് 1 molecule കാർബൺ ഡയോക്സൈഡ്. സോ വാട്ടറിലുള്ള പഠിക്കാൻ എളുപ്പത്തിന് വാട്ടറിലുള്ള ഒരു ഓക്സിജനും CO-യും കാർബൺ ഡയോക്സൈഡ് 2 ഹൈഡ്രജനും ഈ NH2 മോളിക്യൂൾസും കൂടെ ചേർന്നിട്ട് 2NH3. സോ അമോണിയ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ് യൂറിയയുടെ ഹൈഡ്രോളിസിസ് വഴി കിട്ടുന്നത്. ദെൻ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡ്. സോ റിയാക്ഷൻ വിത്ത് നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നൈട്രജൻ ആൻഡ് വാട്ടർ മോളിക്യൂൾ ലീവ് ചെയ്യും. ദെൻ യു വിൽ ഗെറ്റ് ആൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട്. ആ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ഉടനെ തന്നെ അത് ഡിഗ്രേഡ് ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് അത് ഫോം ആവും. സോ ഇവിടെ യൂറിയ പ്ലസ് നൈട്രസ് ആസിഡ് ഗിവ്സ് an unstable compound plus nitrogen plus H2O. ഈ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് മോർ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു. ദെൻ അടുത്തത് റിയാക്ഷൻ വിത്ത് ഹൈഡ്രസീൻ. ഹൈഡ്രസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഹൈഡ്രസീൻ്റെ മോളിക്കുലർ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ ഫോർമുല എന്താണ്? NH2NH2 അല്ലെങ്കിൽ N2H4 ആണ്. സോ ഇവിടെ ആക്ച്വലി യൂറിയയുടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. NH2CONH2 ആണ്, NH2 ആണിത്. സോ യൂറിയ പ്ലസ് ഹൈഡ്രസീൻ ഗിവ്സ്, ഇവിടെ ഒരു NH2ഉം ഇവിടെ ഉള്ളൊരു ഹൈഡ്രജനും ചേർന്നിട്ട് അമോണിയ ലീവ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് NH2NHCONH2 സെമി കാർബസൈഡ്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത കോമ്പൗണ്ടാണിത്, അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണിത്. ഓക്കെ, സോ അവിടുന്ന് ആ സെമി കാർബസൈഡ് എടുക്കുമ്പോൾ ഞാൻ ആ പ്രിപ്പറേഷൻ ചോദിക്കുമ്പോൾ ഇത് ഒരു പ്രിപ്പറേഷൻ ഓർത്ത് വെക്കണം നമ്മൾ. ഓക്കെ, സോ ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് NH2 അല്ല NH3 ആണ് കേട്ടോ. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ഇമേജ് സെലക്ട് ചെയ്തപ്പം അതിൽ വന്നൊരു മിസ്റ്റേക്കാണത്. സോ ഇത് NH3 ആണ്, ഇത് NH2 ആണ്. ഓക്കെ, ദെൻ റിയാക്ഷൻ വിത്ത് മലോണിക് എസ്റ്റർ. സോ ഇവിടെ മലോണിക് എസ്റ്ററിൻ്റെ ഫോമുലയാണിത്. C2H5 COOCH2 COOC2H5. സോ ഇവിടെ ഡൈഇഥൈൽ മലോണേറ്റ് റിയാക്ട് വിത്ത് യൂറിയ ഇൻ പ്രസൻസ് ഓഫ് സോഡിയം എക്തോക്സൈഡ് പ്രൊഡ്യൂസസ് ബാർബിറ്റ്യൂറിക് ആസിഡ്. സോ ഇതിനാണ് ബാർബിറ്റ്യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ജസ്റ്റ് കണ്ടൻസേഷൻ മാത്രമാണ് നടക്കുന്നത്. നിങ്ങൾ നോക്കാം, ഇവിടെ OC2H5 ഉണ്ട്, അതും ഒരു ഹൈഡ്രജനും എടുത്ത് C2H5OH കണ്ടൻസ് ചെയ്തു പോകും. താഴെ ഭാഗത്തും OC2H5 ഉണ്ട്, ഒരു ഹൈഡ്രജൻ എടുത്ത് C2H5OH കണ്ടൻസ് ചെയ്തു പോകും. സോ 2 molecules ഓഫ് C2H5OH എത്തനോൾ കണ്ടൻസ് ചെയ്തു പോകും. ബാക്കി കിട്ടുന്ന പ്രോഡക്റ്റാണ് ബാർബിറ്റ്യൂറിക് ആസിഡ്. ഈ ബാർബിറ്റ്യൂറിക് ആസിഡ് അല്ലെങ്കിൽ ബാർബിറ്റ്യൂറേറ്റ്സ് എന്ന് പറയുന്നത് ഹിപ്നോട്ടൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ്. സോ അതിൻ്റെ അപ്ലിക്കേഷൻസ് ഹിപ്നോട്ടിക്സ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. ദെൻ അടുത്തത് റിയാക്ഷൻ വിത്ത് ആസിഡ് ക്ലോറൈഡ്സ് ആൻഡ് ആസിഡ് അൻഹൈഡ്രൈഡ്സ്. സോ ഇവിടെയും ചെറിയൊരു ഇമേജ് കോപ്പി ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആസിഡ് ക്ലോറൈഡ് CH3COCl പ്ലസ് യൂറിയ ആണിത് NH2CONH2. ഈ NH2 ഇവിടെയാണ് വരേണ്ടത്. സോ NH2CONH2.
സോ ഇവിടെ അതെ ഇത് തമ്മിൽ ഇതെല്ലാം കണ്ടൻസേഷൻ റിയാക്ഷൻസ് ആണ്. NH2CO NH2ൻ്റെ ഈ ഒരു ഭാഗത്തുള്ള നൈട്രജൻ എന്നുള്ള ഒരു ഹൈഡ്രജൻ Cl ആയിട്ട് ചേർന്നിട്ട് HCl ആയിട്ട് കണ്ടൻസ് ചെയ്തു പോയി. ബാക്കി എന്താ ഉള്ളത്? CH3CO NHCO NH2, CH3CO NHCO NH2. സോ ഇത് N അസറ്റൈൽ യൂറിയ അല്ലെങ്കിൽ യൂറിയൈഡ് എന്ന് പറയും. ഇത് യൂറിയൈഡ്സ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണിത്. ഇവിടെ N അസറ്റൈൽ യൂറിയ. ഇതേപോലെ തന്നെയാണ് ആസിഡ് അൺഹൈഡ്രേറ്റ്സ്. അസറ്റിക് അൺഹൈഡ്രേറ്റ് എടുക്കുക, എക്സാമ്പിൾ CH3COO COCH3. അവിടെയും അതെ ഒരു CH3CO പ്ലസ് യൂറിയ ചേർന്നിട്ട് N അസറ്റൈൽ യൂറിയ ഫോർമേഷൻ നടക്കും. സോ അവിടെ ലീവ് ചെയ്യുന്നത് എന്തായിരിക്കും? അസറ്റിക് ആസിഡ് ആയിരിക്കും അവിടെ ലീവ് ചെയ്യുക. സോ ആ സ്ട്രക്ചർ നിങ്ങളൊന്ന് വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. ഈ ആസിഡ് ക്ലോറൈഡിന് പകരം അല്ലെങ്കിൽ CH3COClന് പകരം CH3COOCOCH3 പ്ലസ് യൂറിയ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ CH3CO NH2 തന്നെ വരും. അതായത് N അസറ്റൈൽ യൂറിയ തന്നെ വരും. പ്ലസ് നിങ്ങൾക്ക് അസറ്റിക് ആസിഡ് ഫോർമേഷൻ കിട്ടും. ദെൻ അടുത്തത് യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻസ്. യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻ. സോ അതിൻ്റെ റിയാക്ഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ യൂറിയ ഉണ്ട്, അത് ഒരു ബേസിക് മീഡിയത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് OH- ആദ്യം ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. സോ യൂറിയ പ്ലസ് OH- എന്നുള്ളത് ബേസിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു OH- എവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ബേസിക് ആയിട്ടുള്ള OH- ആണെങ്കിൽ അത് ഡീപ്രോട്ടോണേഷൻ നടത്തും. ഡീപ്രോട്ടോണേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യും. സോ ഒരു ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്തു, എന്നിട്ട് ഒരു നെഗറ്റീവ് ചാർജ് വരുത്തി. ഇത് ആക്ച്വലി അടുത്ത ഒരു അറ്റാക്കിനുള്ള ഒരു ട്രിഗറാണിത്. സോ ഈ നെഗറ്റീവ് ചാർജ് എവിടെ പോയി അറ്റാക്ക് ചെയ്യും? നമ്മൾ അമീൻസിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് സെൻറ്ററിലേക്ക് പോയി അറ്റാക്ക് ചെയ്യും. സോ ഇവിടെ കാർബൺ പോസിറ്റീവാണ്. എന്തുകൊണ്ടാണ്? കാർബൺ അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ. അങ്ങനെയാകുമ്പോൾ ആ ഓക്സിജൻ അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് കാർബൺ ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. സോ ഈ നെഗറ്റീവ് ചാർജ് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് മോണോമീത്തൈലോൾ യൂറിയ. ഒന്നുമില്ല, ഇവിടെ യൂറിയയിലേക്ക് ഈ ഒരു ഫോർമാൽഡിഹൈഡ് HCHO ഫോർമാൽഡിഹൈഡ് ആഡ് ആവുന്നതാണ് മോണോമീത്തൈലോൾ യൂറിയ. ഇതിന് അഗെയിൻ ഞാൻ ബേസ് വെച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഭാഗത്തും ഡീപ്രോട്ടോണേഷൻ നടക്കും. ഇവിടെയും ഒരു NH- ചാർജ് വരും. അത് സെക്കൻഡ് ഫോർമാൽഡിഹൈഡ് മോളിക്യൂളായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൈമീത്തൈലോൾ യൂറിയ എന്ന് പറഞ്ഞിട്ട് അടുത്ത കോമ്പൗണ്ട്, അതായത് ആദ്യം കിട്ടിയതിലേക്ക് ഒരു ഫോർമാൽഡിഹൈഡിനെയും കൂടെ ആഡ് ചെയ്യും. സോ ഇവിടെ OH ഗ്രൂപ്പുകളൊക്കെ അടുത്തടുത്തുണ്ട്. ഇങ്ങനെ വരുമ്പോൾ സോ ഇത് ആക്ച്വലി ഇത് ഒരുപാട് ഇതേപോലെ തന്നെ ഫോർമാൽഡിഹൈഡ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇവിടെ മൂന്നാമത്തതും കാണിക്കുന്നുണ്ട്. OH- വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത നൈട്രജനിൽ പോയിട്ട് ഒരു ഹൈഡ്രജൻ കൂടി എടുത്തിട്ട് ഇവിടെ ഒരു ട്രൈ മീത്തൈലോൾ യൂറിയ ഉണ്ടായി. സോ ഇവിടെ ഒരുപാട് OH ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. ഈ OH ഗ്രൂപ്പ്സ് ഇപ്പോൾ പല മോളിക്യൂൾസ് അടുത്തടുത്ത് വരുമ്പോൾ ഈ OH ഗ്രൂപ്പ്സ് ഒക്കെ കണ്ടൻസ് ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾസ് ലീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പോളിമേഴ്സ് കിട്ടും. സോ പോളി കണ്ടൻസേഷൻ നടക്കുമ്പോൾ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള പോളിമേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ചെറിയൊരു മെക്കാനിക്സാണ് ഇവിടെ എഴുതിയത്. ഇവിടെ രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ലിങ്ക് വരാം. ഒന്ന്, ഈ OH കൂടെ ഒരു വാട്ടർ മോളിക്യൂൾ കണ്ടൻസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈതർ ലിങ്കേജസ് വരാം. അതേപോലെ തന്നെ ഇവിടെ NHൻ്റെ Hഉം OHഉം കൂടെ വാട്ടറായിട്ട് കണ്ടൻസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CH2 ലിങ്കേജസ് അല്ലെങ്കിൽ മെത്തിലിൻ ലിങ്കേജസ് വരാം. സോ യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻസിൽ നിങ്ങൾക്ക് ഈതർ ലിങ്കേജസോ അല്ലെങ്കിൽ
മെത്തിലിൻ ലിങ്കേജസോ വരാം. ഓക്കെ, ദെൻ യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻസിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കളർലെസ് ആണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, ഹാർഡാണ്. ദെൻ കൂടുതലും ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം പോളി കണ്ടൻസേഷൻ നടക്കുമ്പോൾ പിന്നെ OH ഗ്രൂപ്പ്സ്, പോളാർ ഗ്രൂപ്പ്സ് ഒന്നും ഉണ്ടാവില്ല, ഒക്കെ കണ്ടൻസ് ചെയ്ത് പോകും. അങ്ങനെ ആവുമ്പോൾ അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും ആൻഡ് ഓയിൽ റെസിസ്റ്റൻറ്റും ആയിരിക്കും. They used to make cosmetic containers and household utensils. Urea formaldehyde resins with low degree of polymerization, അതായത് പോളിമറൈസേഷൻ അധികം നടക്കാത്തതിൽ OH ഗ്രൂപ്പ്സ് കൂടുതലുണ്ടാവും. അപ്പോൾ വാട്ടർ സോല്യുബിൾ ആയിരിക്കും. അത് അഡഹസീവ്സ് ആയിട്ടും യൂസ് ചെയ്യും. ഇവിടെ കംപ്ലീറ്റ് കാണുന്നുണ്ടാവില്ല, അഡഹസീവ്സ് ആണ്, അതായത് സ്റ്റിക്കി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അഡഹസീവ്സ് ആയിട്ടുള്ള യൂസേജസും യൂറിയ ഫോർമാൽഡിഹൈഡ് റെസിൻസിനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ യൂറിയയുടെ പ്രിപ്പറേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ്, അതിൽ ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്. പിന്നെ നമുക്ക് യൂറിയനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ബയോളജിക്കൽ സാമ്പിൾസിൽ യൂറിയനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള 2 ഇമ്പോർട്ടൻ്റ് ടെസ്റ്റുകളും കൂടെ പറയാനുണ്ട്. അപ്പോഴേ യൂറിയ പൂർണ്ണമാവുള്ളൂ. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് സിന്തസിസും അതിൻ്റെ പ്രോപ്പർട്ടീസും മാത്രമാണ് എടുത്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.